ശാസ്ത്രജ്ഞർ ഒരു വലിയ മീൻ തൊട്ടിയിൽ ഒരു പൈക്ക് മത്സ്യത്തെ നിക്ഷേപിച്ചു. അതിനുശേഷം അവർ ആ തൊട്ടിക്ക് നടുവിൽ സുതാര്യമായ ഒരു ഗ്ലാസ് പാളി സ്ഥാപിച്ചു. മറുവശത്ത് കുറച്ച് ചെറിയ മീനുകളെയും അവർ വിട്ടു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വലിയ മീൻ ചെറിയ മീനുകളെ കാണുകയും അവയെ പിടിച്ചു തിന്നാനായി പൂർണ്ണ വേഗതയിൽ പാഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ അത് നേരെ പോയി ആ കണ്ണാടിയിൽ ഇടിച്ചു. എന്നിട്ടും ആ ചെറിയ മീനുകളെ പിടിക്കാനായി അത് അതേ വേഗതയിൽ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. കണ്ണാടി അവിടെയുള്ള കാര്യമറിയാതെ ഓരോ തവണയും അത് അതിൽ പോയി ഇടിച്ചു. പലതവണയുള്ള ഈ ഇടിയിൽ മീനിന്റെ തലയ്ക്ക് പരിക്കും പറ്റി. ഒടുവിൽ ആ ചെറിയ മീനുകളെ തനിക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല എന്ന് കരുതി അത് ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് ശാസ്ത്രജ്ഞർ നടുവിലുണ്ടായിരുന്ന ആ ഗ്ലാസ് പാളി നീക്കം ചെയ്തു. ഇപ്പോൾ ചെറിയ മീനുകളെല്ലാം തൊട്ടിയിൽ സ്വതന്ത്രമായി നീന്തിത്തുടങ്ങി. പക്ഷേ ആ വലിയ മീൻ അവയെ പിടിക്കാൻ ശ്രമിച്ചതേയില്ല. കാരണം അതിന്റെ മനസ്സിൽ അപ്പോഴും ആ ഗ്ലാസ് പാളി അവിടെ ഉണ്ടെന്ന ഭയമായിരുന്നു. ആ വലിയ മീൻ വിശന്നുവശം കെട്ടിട്ടും ആ ചെറിയ മീനുകളെ പിടിച്ചു തിന്നാൻ ശ്രമിച്ചില്ല. ഒടുവിൽ വിശപ്പ് സഹിക്കാനാവാതെ അത് ചത്തുപോയി. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ലളിതമാണ്. ഒരു കാര്യം ഒന്നോ രണ്ടോ തവണ ശ്രമിച്ച് പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിച്ചാൽ പിന്നീട് ആ കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന സാഹചര്യം വന്നാൽ പോലും നിങ്ങളുടെ മനസ്സ് അതിനായി വീണ്ടും ശ്രമിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ അദൃശ്യമായ കണ്ണാടിപ്പാളികളെ തകർത്ത് മുന്നോട്ട് നീങ്ങുക. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.